ഹലോ ഗായ്സ്. അപ്പം ഞാനിന്ന് രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എടുക്കാറ്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും പോകുന്ന വഴിക്കും കൂടി ഉള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് നല്ല തകൃതിയായിട്ടുള്ള മഴ കാരണം നമ്മുടെ കാപ്പിയൊക്കെ പൂത്തിട്ടുണ്ട്. പൂവൊക്കെ ആയിട്ട് നല്ല മണമുണ്ട് കേട്ടോ, നല്ല സ്മെല്ലാണ്. അപ്പം എന്താണ് ഈ ഒരു കളർ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരു വൃത്തികെട്ട കളർ എന്താ ഇതിനെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഫോണിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും കേട്ടോ ആ കളർ വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വലുതൂർ ദയ ലാബിലേക്ക് പോയിട്ടോ. അവിടെ പപ്പ ഉണ്ടായിരുന്നു, അപ്പം നമുക്ക് അവിടെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെ ഒന്ന് പോയി. ഞാൻ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ വലുതൂരിൽ ഇങ്ങനെ ഒരു ലാബ് ഉണ്ട് എന്നുള്ള കാര്യം അറിയുന്നത് ഞാൻ ഇന്നായിരുന്നു കേട്ടോ. ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇവിടെ ഉണ്ടെന്നുള്ളത്. നമ്മുടെ വലുതൂരിലായിട്ട് ഇനി ഇല്ലാത്തതായിട്ടൊന്നുമില്ല, എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു സമാധാനമുണ്ട്. അപ്പം നേരെ ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ട്. വന്നപാടെ ഇത് കണ്ടോ, ഈ ഒരാണ് അവസ്ഥ. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ എല്ലാ സാധനം അതാത് സ്ഥാനത്ത് വെക്കണം. അങ്ങനെയൊക്കെ കുറേ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരെയും ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം അടിച്ചു വാരി എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്യേണ്ടതൊക്കെ അവിടെ വെച്ചതിന് ശേഷം ഞാൻ അടുത്ത എൻ്റെ പണിയിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ തലേന്ന് 5 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിറ്റേന്ന് 9:30 വരെയുള്ള കുറേ മെസ്സേജുകൾ ഉണ്ടാവും കേട്ടോ. അതിനൊക്കെ റിപ്ലൈ കൊടുക്കുകയാണ്. 9:30 അല്ല, നമ്മൾ വന്നതിന് ശേഷം കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഫോൺ നോക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള മെസ്സേജൊക്കെ ഉണ്ടാവും, അതിനുള്ള റിപ്ലൈ കൊടുക്കുകയാണ്. പിന്നെ വോയിസ് അയക്കുക, അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. അല്ലാണ്ട് എൻ്റെ അടുത്തൊന്നും ഒരു മനുഷ്യന്മാരും ഇല്ല. അപ്പോൾ അതിന് ശേഷം ഞാനും തോന്നിയെടുത്തു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ചായ കുടിച്ച്, ഉച്ചയല്ല കേട്ടോ, ഒരു 11 മണിയുടെ ചായ കുടിച്ച്, ആ ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ എന്തെടുത്തു, നമുക്ക് സെറ്റ് ചെയ്യാനുള്ള തുണി ഉണ്ടായിരുന്നു, അതൊന്ന് തേച്ച് അയൺ ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി നമുക്കൊരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ പോവുകയാണ് ഞാൻ വീട്ടിലേക്ക്. അയൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് തുണിയൊന്ന് മുറിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കറക്റ്റായിട്ട് മുറിയാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റായിട്ട് നമ്മുടെ മുറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെയല്ലേ പറയുക, ആവോ അറിയില്ല. അപ്പം അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് എന്താ പറയുക അവിടെ അയൺ ചെയ്ത്. പിറ്റേന്ന് രാവിലത്തെയാണ് ഇത്. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ അല്ലൂസിന് വയ്യാണ്ടായി. അപ്പം നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷമുള്ള അവസ്ഥയാണ്, അവൾക്ക് കുറച്ച് പിടിവാശിയുണ്ട്, പിന്നെ തീരെ വയ്യ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, പനിയുണ്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് നേരെ ഇവിടെ ഇപ്പുറത്തെ വശത്ത് വന്നിരുന്നു. അപ്പോൾ അവർ ഓരോരുത്തർ വിളിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പോയാൽ മതി കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, പകുതിയായപ്പോൾ വലുതൂരെത്തിയപ്പോഴേക്കും പപ്പേനെ കണ്ട്. പിന്നെ പപ്പേൻ്റെ കൂടെ ഞാൻ അല്ലുവിനെ പറഞ്ഞു വിട്ടു. കാരണം അവിടം വരെ നടക്കുന്നതായതുകൊണ്ടേ ഞാൻ മടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നടന്ന് മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പപ്പേനുണ്ടല്ലോ. പപ്പ ബൈക്കിനായിരുന്നു പോയത് ഒരാളുടെ കൂടെ. അപ്പോൾ പപ്പേൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ബൈക്കിന് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം വിളിച്ച് നിർത്തി പപ്പേൻ്റെ കൂടെ അവളെയും കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വേഗം വീട്ടിലേക്ക് പോവുകയാണ്. പോയിട്ട് വേണം മരുന്നും കൊടുത്ത് ഫുഡും എടുത്ത് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ വീടിൻ്റെ അടുത്തേക്ക് ഒരു എന്താ പറയുക ഡ്രസ്സ് കൊടുത്തില്ലായിരുന്നു, അതിൽ 2 എണ്ണം പാകമല്ല. അപ്പം നമ്മൾ തിരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ ചേച്ചിക്ക് വേറെ കൊടുക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് ഞാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലൊക്കെ പോയി വന്നതിന് ശേഷം ഞാനെന്തുകൊണ്ട് എടുക്കുന്നത്, ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം മെസ്സേജൊക്കെ നോക്കുകയാണ്. മെസ്സേജൊക്കെ കുറച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ വേഗം ഒന്ന് മടക്കി വെക്കാം. നമുക്ക് ഒരുപാടുണ്ട്, ഇന്ന് അയക്കാനുള്ളത് ഒരുപാടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് വേഗം ഓരോന്നോരോന്നായിട്ട് മടക്കി വെക്കുകയാണ്. ഇന്നൊരു 11 ഓർഡർ പീസ് ഉണ്ട്, അതെടുത്ത് മടക്കി ഞാൻ മാറ്റി വെച്ചു. പിന്നെ അല്ലാണ്ട് 5 പീസ്, 4 പീസ്, 3 പീസ്, അങ്ങനെ ഓരോന്നോരോന്നുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ വേഗം തുണിയെടുത്തു. എന്നാൽ പിന്നെ അഡ്രസ്സൊക്കെ എഴുതാമെന്ന് വിചാരിച്ചെന്നേ, അതും കൂടെ എഴുതി വെക്കുവാണെങ്കിൽ അവരെടുത്തിട്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ഞാനെല്ലാം എഴുതി വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ വൈകിട്ടുണ്ടായിരുന്നു. അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വന്ന് ഇവിടെ വന്ന് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് എഴുതി വന്നപ്പോഴേക്കും നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും കൊണ്ടുപോയില്ല, പിറ്റേന്നാണ് കേട്ടോ ഇതെല്ലാം കൊണ്ടുവന്നത്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് കുറേയൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല. ഇത് വൈകുന്നേരത്തെ ഒരു ടൈമാണ്. പോകുന്നതിന് മുന്നേ ചായയും മിച്ചറൊക്കെ കഴിച്ച് അപ്പോഴേക്കും നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. വേഗം ഞാൻ അതും ഒന്ന് എഴുതി വെക്കുകയാണ്. എഴുതി വെച്ചതിന് ശേഷം നേരെ ചടേന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്, വേഗം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇന്ന് മഴക്കോളൊക്കെ ഉണ്ട്, മഴ പെയ്യുകയും ചെയ്തിട്ടുണ്ട്, മഴക്കോളാണ്, മഴ പെയ്തിട്ടുമുണ്ട്. അപ്പോൾ പതിയെ ഇറങ്ങി വേഗം വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തുന്നതിന് മുന്നേ നല്ലപോലെ മഴ എന്താ പറയുക ഇരച്ച് വരുന്നുണ്ടായിരുന്നു, ഉറ്റി വീഴുകയും ചെയ്തു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമ്മൾ വേഗം വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് നമ്മളെ വീട്ടിലേക്ക് പോകുന്നതിനടുത്തുള്ളൊരു സിമൻറ്റ് ഗോഡൗൺ ആണ് ഇത് കേട്ടോ.
അപ്പം പറഞ്ഞതുപോലെ തന്നെ 2 ദിവസത്തെ മഴ കാരണം നമ്മുടെ കാപ്പിയൊക്കെ പൂത്തതാണ് ഈ കാണുന്നത്. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്നു, ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുന്നു, പിന്നെയും ജോലിക്ക് പോകുന്നു, നേരെ തിരിച്ച് നമ്മൾ വീണ്ടും വീട്ടിൽ വരുന്നു. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു ദിവസം കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ. ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.